അപ്പം ബൈജടാ നമ്മുടെ മദർ ജെയിനിൽ ചേട്ടൻ ജോയിൻ ചെയ്ത ഒരു 98 ടൈമിലാണല്ലോ അല്ലേ? ആ ഒരു ടൈമിൽ നമ്മുടെ കേരളത്തിലെ ഈ റോക്ക് മ്യൂസിക് സീനിൻ്റെ ഒരു സംഭവം എങ്ങനെയായിരുന്നു? എങ്ങനെയൊക്കെയായിരുന്നു അതിൻ്റെ? ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ റോക്ക് മ്യൂസിക്കിൻ്റെ ഒരു എന്താ പറയുക ഒരു സുവർണ്ണ കാലഘട്ടം എന്നൊക്കെ പറയണത്, അതായത് അതിൻ്റെ പീക്കിൽ നിന്ന സമയമാണ് അതൊക്കെ. ഒരുപാട് ബാൻഡ്സ് ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഒരുപാട് ബാൻഡ്സ് വന്നേക്കണത്. കേരളത്തിലെ ഇപ്പോഴും നിലവിലുള്ളതും അല്ലാതെയായിട്ടുള്ള ഒരുപാട് ബാൻഡ്സ്. ഇപ്പോൾ 13AD അടക്കമുള്ള ബാൻഡ്. 13AD കുറച്ചുകൂടെ പഴയതാണ്, എന്നാലും ഞാൻ പറഞ്ഞു അവരൊക്കെ ആ പീക്കിലോട്ട് എത്തുന്നത് ആ സമയത്താണ്. കവേഴ്സ് വായിക്കണ ബാൻഡുകളാണ് കൂടുതൽ. ആ ഒരു രീതി മാറ്റിമറിച്ചതിന് കൂടെ മദർ ജെയിൻ ആയിരിക്കും എനിക്ക് തോന്നുന്നു. ഞങ്ങളുടേതായിട്ടുള്ള ഒരു സംഭാവന അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. എൻ്റെ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളിപ്പോൾ ഈ സാധാരണ നമ്മൾ കേട്ട് പറഞ്ഞ പോലെ തന്നെ എല്ലാ റോക്കേഴ്സിൻ്റെയും അല്ലെങ്കിൽ എല്ലാ ഗിറ്റാറും തോളിലിട്ട് നടക്കണ എല്ലാ ഈ വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് ഉള്ള ഗിറ്റാറിസ്റ്റുമാരുടെ പോലെ തന്നെ സാധാരണ ജിമ്മി ഹെൻഡ്രിക്സും ഇപ്പം ഡീപ് പർപ്പിൾ, വൈറ്റ് സ്നേക്ക്, പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് എന്നൊക്കെ പറയണത് പിന്നെ ഇതൊക്കെയായിരുന്നു. അതായത് ഡീപ് പർപ്പിൾ ആയിരുന്നു. ഡീപ് പർപ്പിൾ റിച്ചി ബ്ലാക്ക്മോറിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. റെയിൻബോ, പിന്നെ വൈറ്റ് സ്നേക്ക്, പിന്നെ യൂറോപ്പ്, വാനലൻ, അങ്ങനെ ഒരു പിടി ഗിറ്റാർ. വൈറ്റ് സ്നേക്കിൽ ജോൺ സൈക്സ് ആയിരുന്നു ചേട്ടൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഗിറ്റാറിസ്റ്റ്. അവർ പല ഗിറ്റാർസും മാറി കണ്ടുണ്ടല്ലോ. ആ കാര്യം അതായത് എനിക്ക് ആദ്യത്തെ മറ്റേ എന്താ പറയണ സ്റ്റീവ് വോയ്ക്ക് മുമ്പുള്ള ആൾക്കാർ, മറ്റേ ഹിയർ ഐ ഗോ അഗെയിൻ, അതിൻ്റെ അകത്തൊക്കെ അതാണ് സ്റ്റീവ് വോയ് വന്നതിന് ശേഷം വേറൊരു മൂഡായി. അപ്പോൾ അതാണ്. അപ്പോൾ ആ ഒരു ഇൻഫ്ലുവൻസ് ആണ് എനിക്കുള്ളത്. പിന്നെ മദർ ജെയിനിലോട്ട് വന്നതിന് ശേഷം അപ്പോൾ ഈ റോക്ക് കിടപ്പുണ്ട്. മദർ ജെയിനിലോട്ട് വന്നതിന് ശേഷമാണ് മറ്റേ കുറച്ചും കൂടെ ഹെവി ആയി തുടങ്ങിയത്. മറ്റേ ഈ നമ്മൾ ഇൻഫ്ലുവൻസ് മാറി, കുറേ കൂടെ പ്രോഗ്രസീവായി, കുറേ കൂടെ അങ്ങനത്തെ പാട്ടുകൾ കേൾക്കാൻ തുടങ്ങി. മെറ്റലായി കുറച്ച് കഴിഞ്ഞാൽ. മദർ ജെയിൻ ശരിക്കും പറഞ്ഞാൽ ഒരു മെറ്റൽ ബാൻഡാണ്. കാര്യം ഞങ്ങൾ തുടങ്ങിയപ്പോൾ തന്നെ മറ്റേ അയൺ മെയ്ഡൻ, മറ്റേ മെറ്റാലിക്ക, മെഗഡത്ത്, സ്ലേയർ, സെപ്പൾച്ചുറ, അങ്ങനത്തെ കുറേ സാധനങ്ങളാണ് നമ്മൾ കവർ ചെയ്ത് തുടങ്ങിയിരുന്നത്, ഡ്രീം തിയേറ്റർ ഉൾപ്പെടെ. പിന്നെയാണ് പതുക്കെ ഈ പറഞ്ഞ സൂരജ് വന്നു. പിന്നെ അതേശം നമ്മൾ പാട്ടുണ്ടാക്കി തുടങ്ങി. അത് സൂരജിനെ ബാൻഡിൽ നിലനിർത്താൻ വേണ്ടിയാണ് നമ്മൾ മറ്റേ കമ്പോസ് ചെയ്ത് തുടങ്ങി. നാട്ടിൽ നമുക്ക് ഈ വെസ്റ്റേൺ കേൾക്കുന്നതിനൊക്കെ ആദ്യം പണ്ടൊക്കെ ഒരുപാട് പരിധി ഉണ്ടാവും. ഇപ്പോഴത്തെ കുറച്ചുകൂടെ ഉണ്ടാവുമല്ലോ, അതിന് നെറ്റൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ. അപ്പം ചേട്ടൻ്റെ ഈ ലിസണിങ് റോക്കിലേക്കൊക്കെ എപ്പോഴാണ് മാറി തുടങ്ങിയത്? എവിടുന്ന ചേട്ടൻ ഇതൊക്കെ കേട്ടിടുന്ന? പണ്ട് മറ്റേ ഈ പറഞ്ഞ പോലെ തന്നെ അത് ശരിക്കും ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് ഇത് കൊണ്ടുവരണം എന്ന് പറയുന്നത് കൊല്ലത്ത് വെച്ച് തന്നെ ഇത് തുടങ്ങിയാണ്. കൊല്ലത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ പുള്ളിക്കാരനാണ് എനിക്കൊരു ആദ്യം ഒരു കാസറ്റ് കൊണ്ടുവരുന്നത് വെസ്റ്റേൺ മ്യൂസിക്കിൻ്റെ. ലെഡ് സെപ്പലിൻ്റെ ഒരു കാസറ്റ് കൊണ്ടുവന്നിരുന്നതാണ് എനിക്ക്. ഞാൻ ആദ്യമായിട്ട് പഠിക്കണ പാട്ട് സ്റ്റെയർവേ ടു ഹെവനാണ് ആദ്യം പഠിക്കണ പാട്ട്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ തുടങ്ങും. പിന്നെന്ന് പറഞ്ഞാൽ അന്ന് ഇത് കൂടുതലായിട്ട് ഞങ്ങൾ പഠിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞാൽ, ഞാൻ പഠിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞാൽ അന്ന് കൊല്ലത്തില്ല, കേരളത്തിൽ അന്ന് ക്യാബറ ഉണ്ടായിരുന്നു. ക്യാബറയൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. നമ്മുടെ സിനിമകളിലെ കണ്ടുള്ളൂ. അതെ, ഞങ്ങളൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അത് എനിക്കൊണ്ട് എൻ്റെ വീട്ടുകാർക്ക് വരെ അറിയാമോ എന്ന് എനിക്ക് സംശയമാണ്. കാര്യം അറിഞ്ഞിരുന്ന തന്നെ തല്ലിക്കൊന്നു തന്നെ. അപ്പോൾ ഞങ്ങൾ ഈ പിന്നെ മറ്റൊന്നും എക്സ്ട്രാ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ കൊല്ലത്ത് എൻ്റെ 2-3 ഫ്രണ്ട്സ് ഉണ്ട്. ഞങ്ങൾ ഈ ഒരു ക്യാബറ കോൺട്രാക്റ്റിൽ ഞങ്ങൾ സൈൻ ചെയ്തു. ശരി. ലൈവ് ഇൻസ്ട്രുമെന്റേഷൻ ആണ്. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ മറ്റേ ഒരു ക്രിസ്റ്റഫർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡ്രമ്മറുണ്ട് കൊല്ലത്ത്. അവനാണ് ഇതിൻ്റെ ഇത് ഓർഗനൈസ് ചെയ്ത് കൊണ്ടുവന്നത്. അപ്പോൾ അവൻ ഈ പറഞ്ഞ പോലെ തന്നെ പുള്ളി കുറേ കാസറ്റൊക്കെ കൊണ്ടുവന്നു. എടാ ഈ കുറേ ഇംഗ്ലീഷ് പാട്ട് പഠിക്കണം എന്നൊക്കെ പറഞ്ഞു. മദർ ജെയിൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ മദർ ജെയിൻ ഉണ്ട്. ജോണും ക്ലൈഡും കൂടെ തുടങ്ങിയാണ്. ഞാൻ ശരിക്കും ജോയിൻ ചെയ്യണത് മിഥുനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജോയിൻ ചെയ്യണം. അത് എന്താണ് ചേട്ടൻ ഇപ്പം തായ്ക്കുടത്തിലുള്ള റെക്സ് ഉള്ള സമയത്ത് പിന്നെയാണ് സൂരജ് വന്നത്. സൂരജ് വന്നിട്ട് പിന്നെ അപ്പോഴേക്കും പിന്നെ ആ സമയത്താകുമ്പോഴേക്കും പിന്നെ ഒരു ലക്ഷ്യബോധമായി. ഇപ്പോൾ മദർ ജെയിനിൽ ആ സമയത്ത് സൂരജ് ഉണ്ട്, റെക്സ് ഉണ്ട്, ഇങ്ങനെയുള്ള എല്ലാവരും ഉള്ള സമയത്ത് ആ ഒരു ബോധം എല്ലാവരിലും ഉണ്ടായി. നമുക്കിനി ഇങ്ങനെയാണ് പോകേണ്ടത്, നമുക്ക് ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, നമുക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായൊരു ബോധം ഉണ്ടായിരുന്നു. ഇത് മദർ ജെയിൻ എന്ന് പറഞ്ഞൊരു ബാൻഡിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അത് ശരിക്കും അന്ന് ആ സമയത്ത് നമ്മൾ വളരെ ചിട്ടയോടുകൂടി ചെയ്യുമായിരുന്നു. അപ്പോൾ ചേട്ടാ ഈ മദർ ജെയിൻ്റെ നമ്മൾ ഇൻസൈൻ ബയോഗ്രഫി ഇറങ്ങിയിട്ടുള്ള റെസ്പോൺസ് എങ്ങനെയായിരുന്നു? പെട്ടെന്ന് ഒറിജിനൽ മ്യൂസിക് ഒരു ആൽബം ഒക്കെ വന്നു കഴിയുമ്പോൾ ആ സമയത്ത് കാരണം അതൊക്കെ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കലാണ്. കാരണം ആ സമയത്ത് തന്നെ മദർ ജെയിൻ്റെ ഇൻസൈൻ ബയോഗ്രഫി എന്ന് പറഞ്ഞ ഒരു ആൽബത്തിൽ അതുകൊണ്ട് നമുക്ക് കുറേ നേട്ടമുണ്ടായി. കാര്യം കുറേ സ്ഥലത്ത് ഈ ക്രിട്ടിക്സ് കുറേ സാധനങ്ങൾ അത് നല്ല ആൽബം അല്ലെങ്കിൽ കുറച്ച് മറ്റേ ഇങ്ങനെ ഇൻഡി അവാർഡ്സ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ നമുക്ക് അതിന് കിട്ടി. പിന്നെ കൂടുതലായിട്ടും നമുക്ക് മറ്റേ ഇപ്പോൾ ഈ
എന്താ പറയുക കൂടുതലും മദർ ജെയിൻ വിസിബിളായി. പക്ഷേ അന്ന് അതിനേക്കാളും നല്ല പ്രോഗ്രസീവ് ബാൻഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്കറിയാം. കാര്യം മറ്റേ ബോംബെ നിന്നൊക്കെ ഒരുപാട് ബാൻഡ്സ് ഉണ്ട്. പക്ഷെ അവരുടെ ഒരു പ്രത്യേക പക്ഷേ ഒരു ആൽബമുള്ള ഒരു ബാൻഡ് മദർ ജെയിനായിരുന്നു. അതാണ് അതിൻ്റെ വ്യത്യാസം. ചേട്ടാ ഇപ്പോഴും ഡ്രംസ് കൂടുതലും പ്രോഗ്രാം ചെയ്യുന്ന ഒരു പ്രവണതയുള്ളത്. അന്ന് അത് ലൈവ് ഡ്രമ്മിങ് ആയിരുന്നു. അത് ആ ഒരു സംഭവം ലൈവ് ഡ്രമ്മിങ് ശരിക്കും പറഞ്ഞാൽ അത് ഇവിടെ ജോൺ ഇൻസിസ്റ്റ് ചെയ്തതാണെന്ന് കാര്യം. അന്ന് നമുക്ക് പിന്നെ ഈ പ്രോഗ്രാമിങ് നമുക്ക് അത്ര കാര്യം ഒന്നാമത്തെ പ്രോഗ്രാമിങ്ങിൻ്റെ ആ സൗണ്ടിനോട് നമുക്ക് അത്ര വലിയ താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ മിക്സ് ചെയ്യാനായിട്ട് നമ്മളന്ന് ദിദിർ വീസ് എന്ന് പറയുന്നത് സൂരജിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു മറ്റേ കോയമ്പത്തൂർ പോണ്ടിച്ചേരിയിൽ. പുള്ളിയാണ് അത് മിക്സ് ചെയ്തത്. ഒരു സായിപ്പ് പുള്ളിയാണത് മിക്സ് ചെയ്തത്. പിന്നെ മുമ്പോട്ട് വലിയ വലിയ ഗിഗുകളൊക്കെ പ്ലേ ചെയ്യാൻ പറ്റി. അതിൽ മേഘടത്തിന് ഓപ്പൺ ചെയ്യാൻ ബാംഗ്ലൂർ റോക്ക് ഇൻ ഇന്ത്യ 2008 ആ ഒരു എക്സ്പീരിയൻസ് ചേട്ടൻ. അത് പക്ഷേ എന്ന് പറഞ്ഞാൽ എനിക്ക് പക്ഷേ ഞാൻ അങ്ങനെ ഒരിക്കലും കണ്ടിട്ടില്ല. അത് ഈ പണ്ട് മുതൽ എനിക്ക് ഈ ഒരു ബാൻഡിന് ഇപ്പോൾ നമ്മളിങ്ങനെ പറയാമല്ലോ, ഇപ്പോൾ പണ്ട് ഈ ഷോസ് കാണാൻ വേണ്ടി എന്നെ വിളിക്കും. ഈ മറ്റേ പുറത്ത് ഡീപ് പർപ്പിൾ വന്നിട്ടുണ്ട് അവർ. ഞാൻ ഇതുവരെ പോയി കണ്ടിട്ടൊന്നുമില്ല. ഒരു ബാംഗ്ലൂർ അങ്ങനെ ഒന്നും കണ്ടില്ല. ഞാൻ ആകെ പോയി കണ്ടേക്കണത് ഏതോ ഡെത്ത് മെറ്റൽ ബാൻഡ് വന്നപ്പോഴാണ് ഞാൻ പോയി കണ്ടത്. അതാണ് മാത്രമേ ഞാൻ കണ്ടതായിട്ടുള്ളൂ. അതിലെൻ്റെ ഒരു കാരണമുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഒരു സ്റ്റേജിൽ നിൽക്കണം. എനിക്ക് ആ സ്റ്റേജിൽ നിൽക്കാനായിട്ടല്ല, അവരോടൊപ്പം ആ സ്റ്റേജിൽ നിൽക്കാനായിട്ടാണ് എനിക്ക് താല്പര്യം എന്നായിരുന്നു എൻ്റെ ഒരു. അല്ലാതെ അവരുടെ ഫ്രണ്ടിൽ നിന്ന് അവരുടെ ഷോ കാണലൊന്നും അല്ല എൻ്റെ ഒരു കാര്യം. പണ്ട് ഞങ്ങൾ മറ്റേ ഇൻ്റർനാഷണലിൽ പോയപ്പോൾ അന്ന് മറ്റേ എന്താണ് മിസ്റ്റർ ബീക്കിന് ഞങ്ങൾ ഓപ്പൺ ചെയ്തു. അന്ന് ഞങ്ങൾ ആ പിന്നെ ഇൻ്റർനാഷണലിൽ ചെന്ന് ഞാനപ്പോൾ ഉറങ്ങിപ്പോയി. റൂമിൽ വന്നിട്ട് ഞാൻ ഉറങ്ങിപ്പോയി. അപ്പോൾ എനിക്ക് പെട്ടെന്ന് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത് എത്ര മണിയായെന്നൊന്നും എനിക്കൊരു പിടുത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് നേരം വെളുത്തെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്നാൽ ഒരു കാപ്പി പിടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പതുക്കെ ഇറങ്ങി. പിന്നെ അപ്പോൾ മുകളിലാണ് 5ാമത്തെ അല്ലേ 3ാമത്തെ. അതായത് പോൾ ഗിൽബർട്ടൊക്കെ ആ റൂമിൽ താമസിക്കുകയാണ്. അതൊന്നും എനിക്കറിയില്ല, അവരുണ്ടെന്ന് എനിക്കറിയാം. മിസ്റ്റർ ബിഗിന് ഓപ്പൺ ചെയ്യാനാണ് ഞങ്ങൾ വന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ ചെന്ന് പിന്നെ നേരെ ചെന്ന് ലിഫ്റ്റിൽ കയറി. ഞാൻ ലിഫ്റ്റ് ഒറ്റക്കാണ്, ഞാൻ ലിഫ്റ്റിൽ കയറി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു സായിപ്പ് അവിടെ നിന്ന് ഓടി വരണം ലിഫ്റ്റ് അടക്കാൻ പോയപ്പോഴും. അപ്പോൾ ഞാൻ പുള്ളിക്ക് വേണ്ടി ഇത് പിടിച്ച് വെച്ചു. പുള്ളി അകത്ത് കയറി. പുള്ളി താങ്ക് യു എന്നൊക്കെ പറയാൻ ഞാൻ പുള്ളിയും കളിക്കണം. പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ ഇയാളെ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ, പരിചയമുണ്ട്. ഞാൻ അപ്പോഴാണ് സാക്ഷാൽ മിസ്റ്റർ പോൾ ഗിൽബർട്ടാണ് കയറി വന്നേക്കണത്. അത് നമുക്കത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. അത് ഭയങ്കര നമ്മൾ പതറിപ്പോവും നമ്മളപ്പോൾ. അത് അങ്ങനെ പുള്ളിയുടെ കൂടെ ഞാൻ പോയി. അപ്പോൾ അന്നെന്ന് പറഞ്ഞാൽ ഞാൻ അധികത്തിന് അങ്ങനെ സംസാരിക്കുകയൊന്നുമില്ല. ഞാൻ മറ്റൊന്ന് പരിഭ്രമിച്ചും പോയി. ഇപ്പം അത് എന്താണ്ടൊക്കെ പുള്ളിയുടെ എനിക്കറിയുമ്പോൾ ഞാൻ വന്നിട്ട് ഒരു ആകെ ഉണ്ടായിരുന്നത് എൻ്റെ പേഴ്സിലുണ്ടായിരുന്ന ഒരു വിസിറ്റിംഗ് കാർഡ് ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് പുള്ളിയുടെ ഒരു ഓട്ടോഗ്രാഫും വാങ്ങിച്ച് പുള്ളിയുടെ കൂടെ കുറച്ച് നേരം ടേബിളിൽ ഇരുന്ന് ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഞാൻ തിരിച്ച് റൂമിൽ പോയി. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വരും. അന്ന് തന്നെ മറ്റേ എറിക് മാർട്ടിനെ കണ്ട്. എറിക് മാർട്ടിൻ ഞങ്ങൾ വരുമ്പോൾ എറിക് മാർട്ടിൻ ഇതുപോലെ വരണം. എറിക് മാർട്ടിൻ അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ട്. പുള്ളി വന്നുകൊണ്ട് പറഞ്ഞാൽ നിങ്ങൾ മറ്റേ മദർ ജെയിൻ എന്ന് പറഞ്ഞ ഒരു ബാൻഡല്ലേ, ഞാൻ നിങ്ങളുടെ ഫീൽസ് ഓഫ് സൗണ്ട് എന്ന് പറഞ്ഞൊരു പാട്ട് കേട്ടിട്ടുണ്ട്. വളരെ അപ്പോൾ ഭയങ്കര സന്തോഷമാണ് അതൊക്കെ പുള്ളിയുടെ എന്ന് പറയുമ്പോൾ. ഇവിടെ പുള്ളി ഓപ്പൺ ചെയ്ത ബാൻഡ് ഏതാണെന്ന് വെച്ചാൽ പുള്ളി യൂട്യൂബിൽ ചിലപ്പോൾ പുള്ളി നോക്കിയിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ട്. പിന്നെ ബില്ലി ഷീൻ ഉണ്ടായിരുന്നു. ബില്ലി ഷീനെ ആ ഫ്ലോറിൽ വെച്ച് തന്നെ. അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര കാര്യം, അവരുടെ കൂടെ തന്നെ അങ്ങനെ നിൽക്കണം. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ ഒരു യാത്രയല്ല മോനെ. ആ സമയത്ത് ഈ അന്ന് മെഗഡത്തിന് ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഈ പറഞ്ഞ പോലെ തന്നെ മിസ്റ്റർ ബിഗ് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പോയി പിന്നെ ബൈജർമൻ സിൻഡിക്കേറ്റ് തന്നെ മറ്റേ മൈക്ക് പോർട്ട്നോയ്ക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. IIT അങ്ങനെ കുറേ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞാൽ അതൊക്കെ നല്ലത്. ആ വരുന്ന ഇതൊന്നും നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും വേണ്ടി നമ്മൾ വർക്ക് ചെയ്യാത്ത ഒരു സാധനം ഇങ്ങനെ മുകളിൽ നിന്ന് ഇട്ട് തന്നാന്നൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ 2010 ചേട്ടൻ ബാൻഡ് ലീവ് ചെയ്തു. ചേട്ടൻ ലീവ് ചെയ്യാനുള്ള കാരണം ഇതൊക്കെ തന്നെ. അതാണ് ഞാൻ പറഞ്ഞത്, മ്യൂസിക്കൽ കാരണങ്ങൾ തന്നെ. അല്ലാതെ ഒരിക്കലും ഈ പറഞ്ഞ പോലെ തന്നെ വേറെ കാരണങ്ങളൊന്നുമല്ല. പറഞ്ഞ പോലെ ഇപ്പോൾ എല്ലാവർക്കും അഭിപ്രായം ഉണ്ടായിരുന്നു. എനിക്ക് മ്യൂസിക്കിൻ്റെ ഒരു ഡയറക്ഷൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അത് വേറെ പലർക്കും അതുണ്ടായിരുന്നില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സാധനങ്ങളായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അതിൽ ഒരു സാധനം എൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ചയായിട്ട് ഞാൻ ഇപ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് സ്റ്റബേണാണ്. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. അത് ഈ അഭിപ്രായം ഞാൻ നല്ല സ്ട്രോങ് ആയിട്ട് പറയുകയും ചെയ്യും. ഈ പറഞ്ഞ പോലെ തന്നെ അത് ആരെ മുഖത്തൊന്നും നോക്കാതെ മറ്റവരെ ഹർട്ട് ചെയ്യുന്നതെന്ന് ഞാൻ നോക്കിയൊന്നുമില്ല. കാര്യം സത്യമാണെങ്കിലും കൂടെ അത് വിളിച്ചോ. അത് സൂരജ് പണ്ട് പറയുമായിരുന്നു. ബൈജു പറഞ്ഞത് ശരിയാണ്. പക്ഷെ അത് പറയണത് ചീത്ത പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് ചീത്ത പറഞ്ഞാൽ കുറച്ചും കൂടെ ഡാമേജ് കുറക്കും.
അപ്പോൾ പറയണ കാര്യം കുറച്ചും കൂടെ ഇതായിട്ട് പറയാം. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ എല്ലാം കൊണ്ടും ഒരു മറ്റേ എന്താ പറയുക ഒരു റോക്ക് പശ്ചാത്തലമാണ്, അതായത് പാറ പോലെ ഇരിക്കണ എന്താണ് ആ സ്വഭാവം തന്നെ ആയിരുന്നു എനിക്ക്. അതിന് എനിക്കെന്താ മാറി. അതെ അതെ അതെ, അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ കുറച്ച് സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുണ്ടെന്ന് മാത്രം, കുറച്ച് പോളിഷ്ഡ് ആയിട്ടുണ്ടെന്ന് മാത്രം. എന്നാലും അഭിപ്രായം പറയുമായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അത് എൻ്റെ സജഷൻസിനോട് അവർക്ക് ചിലപ്പോൾ അത് തോന്നിയിട്ടുണ്ടാവും, ചിലപ്പോൾ അത് വേണ്ട എല്ലാം ഒന്ന് തോന്നിയിട്ടുണ്ടാവും. അങ്ങനെ ഒരു ഇതിനകത്ത് നിന്ന് എന്നാൽ പിന്നെ നമ്മൾക്ക് പിരിയാം എന്നുള്ളൊരു ഇതിലോട്ട് കടന്നാണ്. ഒറിജിനൽ ലൈനപ്പിൽ ആദ്യം ലീവ് ചെയ്ത ചേട്ടനാണെന്ന് തോന്നുന്നു. അതെ അതെ, പിന്നെ ഒറിജിനൽ ലൈനപ്പിൽ 2-3 പേര് പോയി. പിന്നെ സൂരജ് പോയി. ഞാൻ പോയി 1 വർഷം കഴിഞ്ഞപ്പോഴേക്ക് സൂരജ് പോയി. അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോഴേക്ക് ദീപ് പോയി. പിന്നെ ഈ പറഞ്ഞ ഏതൊരു ബാൻഡ് ഈ മൂലക്കല്ല് ഇളകി കഴിഞ്ഞാൽ പിന്നെ എല്ലാം കൂടെ അലച്ചും കെട്ടി വീഴും. അതാണ് അതിൻ്റെ അകത്ത്. ഞാൻ പറയാം, ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇപ്പോഴത്തെ ഒരു സീനിൻ്റെ കാര്യം എനിക്ക് ചേട്ടനോട് മെയിൻ ചോദിക്കാനുള്ളത്, മദർ ജെയിൻ നമുക്കൊരു ആ ഒരു രീതി കാണിച്ചിട്ടുണ്ട്, ഇതുപോലെ ഒറിജിനൽ മ്യൂസിക്കിൻ്റെ സംഭവം. അവിയലും ഒരു നല്ലൊരു ആൽബം എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ ആ റൂട്ട് ഫോളോ ചെയ്ത് വരുന്ന കുറേ ബാൻഡുകളെയാണ് നമ്മൾ ഈ ഇതിൻ്റെ ഫാൻസ് എല്ലാം കണ്ടത്. പക്ഷെ പിന്നെ കൂടുതൽ ഈ കവറുകളുടെ ഒരു കുത്തൊഴുക്കുണ്ട്. കാരണം മറ്റേ മലയാളം പാട്ട് റോക്ക് സ്റ്റൈലിലാക്കി വായിക്കുക, അങ്ങനത്തെ ഒരു സെറ്റപ്പ് അതൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ ഒരു സീനിനെ കുറിച്ച് ചേട്ടൻ്റെ അഭിപ്രായം എന്താ? അത് നല്ലതാണ് ചീത്തയാണെന്ന് എനിക്കറിയാം. വളരെ എല്ലാവർക്കും മറ്റേ ഈ ഫ്രീഡം ഉണ്ട്, അതാണ് അതിൻ്റെ അകത്ത് ഒരു സാധനമാണ്. ഇതിപ്പോൾ ഈ മ്യൂസിക് ആണെങ്കിലും എല്ലാ സാധനങ്ങളും ഞാൻ വിശ്വസിക്കുന്നത് പെർസ്പെക്റ്റീവാണ്. അതിൻ്റെ അകത്ത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടിലാണ് ഓരോ സാധനങ്ങൾ പോകുന്നത്. ഇപ്പോൾ എന്ത് സാധനം ഉണ്ടാക്കണത് അതിൻ്റെ അകത്ത് ഒരു വ്യത്യാസമാണ്. ഇപ്പോൾ ഉദാഹരണം പറയുന്നത്, ഇപ്പോൾ ഞങ്ങൾ ഇത് പറയണതിൽ കുറച്ച് ഹിസ്റ്ററി പറയണം. ഇപ്പോൾ പണ്ട് ഞങ്ങൾ മദജൈൻ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, മദജൈൻ വന്ന സമയത്ത് 13AD ആണ് ഇവിടുത്തെ പിന്നെ എന്താ പറയുക ഭയങ്കര ഒറിജിനലൊക്കെ ചെയ്തേക്കുന്ന ഒരു ബാൻഡ്. പക്ഷെ അവരുടെ കയ്യിൽ നിന്ന് വന്നൊരു വീഴ്ച എന്താണെന്ന് വെച്ചാൽ അവർ ഈ ഒറിജിനൽ മ്യൂസിക്കിനൊന്നും അവരൊരിക്കലും പ്രൊമോട്ട് ചെയ്യട്ടെ എനിക്ക് തോന്നുന്നില്ല. അവർ ചെയ്തിട്ടില്ല. കാര്യം അവർ 2 ആൽബമുള്ള സമയത്തും അവർ ഗൾഫിൽ പോയി ഹോട്ടലിൽ വായിക്കാനായിട്ടാണ് അവർ ശ്രമിച്ചേക്കുന്നത്. അവരങ്ങനെയാണ് ചെയ്തേക്കണം. അവിടെ പോയി 100 പിന്നെ കവർ പഠിക്കുക, എന്നിട്ട് അത് എല്ലാ ദിവസവും 8 മണിക്ക് വായിക്കുക. ബാൻഡ് കൾച്ചർ എന്നുള്ള സാധനം അതൊന്നും മനസ്സില്ല. അപ്പം എനിക്ക് തോന്നുന്നത് അത് അവരുടെ കാഴ്ചപ്പാട്, അവരുടെ മ്യൂസിക്കിനോട് പ്രിഫറൻസ് എങ്കിൽ അങ്ങനെ. അതെ, അതിനോട് നമുക്ക് ഒരു വിരോധമില്ല. പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു ഡേഞ്ചർ ഉള്ള എവിടെയെന്ന് വെച്ചാൽ അത് കണ്ടു വളരുന്ന ഒരു തലമുറ വരുന്നുണ്ട് നമ്മുടെ ഈ എറണാകുളത്ത്. അപ്പോൾ അത് അവരുടെ ഒരു വീഴ്ചയാണ്. അവരാണ് ആ സമയത്ത് ഈ അവരുടെ കയ്യിൽ നിന്നുള്ള ഒരു ഫോൾട്ട് കൊണ്ടാണ് ഇവിടെയുള്ള എറണാകുളത്തെ അവരുടെ അല്ല, എന്നാലും ഒരു മേജർ പങ്ക് അവരുടെ ഉണ്ട്. ഇനി ഇപ്പോഴത്തുള്ള സമയത്ത് അതിനുശേഷം മദർ ജെയിൻ വന്ന് മദർ ജെയിൻ സക്സസ്ഫുള്ളായി. മദർ ജെയിൻ അപ്പോൾ ഒരു വഴി കാണിച്ചു കൊടുക്കുന്നതാണ്. വന്നു കഴിഞ്ഞപ്പോഴും പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ കുറേ പേരെങ്കിലും ഒറിജിനൽ മ്യൂസിക് എന്ന് പറഞ്ഞൊരു സാധനത്തിൻ്റെ അകത്തോട്ട് ആ ഒരു കൺസെപ്റ്റിലോട്ട് വന്നിട്ടുണ്ട്. പിന്നെ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ വന്നത് തൈക്കുടം ബ്രിഡ്ജിൻ്റെ വരവാണ്. മനസ്സിലായി? തൈക്കുടം ബ്രിഡ്ജ് വന്നിട്ടുണ്ട്. തൈക്കുടം ബ്രിഡ്ജ് ഒരു സുപ്രഭാതത്തിൽ അവർ വന്ന് സക്സസ്ഫുള്ളായി. അവരാണ് ഈ സാധനം എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ ഈ പറയണത്. അവർ തുടങ്ങി വെച്ചാണ് ഈ പറഞ്ഞ ഒരു മലയാളം പാട്ട് എടുക്കുന്നു, അത് മറ്റേ വേറെ എന്തെങ്കിലുമൊക്കെ മാറ്റിയായിട്ട് അവർ വേറെ വായിക്കും. ഇതെല്ലാം നമ്മൾ ഒരിക്കലും തെറ്റാണെന്നല്ല ഞാൻ പറയണത്. ഞാൻ പറഞ്ഞാൽ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് അത് ചെയ്യല്ലാതെ. ഈ ചിലപ്പോൾ ഞാനും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഗിറ്റാർ എടുത്ത് വെച്ചിട്ട് ഞാനും പഴയ പാട്ടുകളൊക്കെ വായിക്കണം. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ അതിൻ്റെ അകത്ത് പ്രോഗ്രാം ചെയ്യും. പക്ഷേ നമ്മളതൊരു പ്രോഡക്റ്റ് ആയിട്ട് വീണ്ടും നമ്മളിങ്ങനെ അവതരിപ്പിക്കുമ്പോഴാണല്ലോ അത് പ്രശ്നമാകുന്നത്. അതെ അതെ അതെ. ചേട്ടൻ സന്തോഷത്തിന് വേണ്ടി ഒരു സാധനം കവർ ചെയ്തു, അപ്ലോഡ് ചെയ്തു. പക്ഷേ നാളെ എൻ്റെ പുതിയ റിലീസ് വരാൻ പോകുന്നു, ഇന്ന് പുതിയ മ്യൂസിക് വീഡിയോ എന്നൊക്കെ വരുമ്പോഴത്തേക്ക് അതാണ് ഭയങ്കര വിഷയം. അത് ശരിക്കും പറഞ്ഞാൽ അത് മോശമാണ്. അത് മറ്റേ ഈ ആശയദാരിദ്ര്യം എന്ന് പറയും. അത് ചിലരുമായിട്ട് നമ്മൾ ഒരു ഇത് തന്നെ ഉണ്ടാവുന്നുണ്ട്. കാരണം പുതിയ പിള്ളേർ നല്ല സ്കില്ലുള്ള ആൾക്കാരുണ്ട്, പക്ഷെ അവർ ഈ സേഫ് റൂട്ട് പിടിക്കുക എന്ന് പറഞ്ഞാൽ വെച്ചാൽ ഞാൻ പല ഇതിൻ്റെ അകത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് പുതിയ പിള്ളേർക്ക് ഇല്ലാത്ത അവർക്ക് കമ്മിറ്റ്മെൻറ്റിൻ്റെ കുറവും, പിന്നെ ജീവിക്കാൻ നോക്കുന്ന പ്രശ്നവും. അതെ അതെ അതെ, അതാണ്. അതിൽ റിസ്ക് എടുക്കാൻ വയ്യ, അതാണ് അതിൻ്റെ അകത്തൊരു പ്രശ്നം. ഇപ്പം ഞാനൊരിക്കലും മ്യൂസിക് പിന്നെ പ്രൊഫഷൻ ആക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ അകത്ത് കിടന്നുകൊണ്ട് എനിക്കറിയാം അതിൻ്റെ അകത്ത് ഞാൻ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സ്ട്രഗിൾ ചെയ്യണ സമയത്തും അതെനിക്കൊരു സന്തോഷമായിരുന്നു. ആ സ്ട്രഗിളും അതിൻ്റെ അകത്തുള്ള ആ പെയിനും ആ പ്ലഷറും എല്ലാം അത് ഞാൻ ആസ്വദിച്ചിട്ടാണ് ഞാനതെല്ലാം ചെയ്തേക്കണം. ഞാൻ പറഞ്ഞ ഇപ്പോഴത്തെ പിള്ളേർക്ക് അതൊരു ചെറിയൊരു ഇതുപോലെ അവർക്ക് എടുക്കാൻ വയ്യ. അവർക്ക് ആ ഒരു കാര്യത്തിൽ താല്പര്യം. അവർക്ക് എപ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ മ്യൂസിക് അവർക്കൊരു സെക്കൻഡറിയാണ്. അവർക്കൊരിക്കലും അത് ഒരു ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് അവരത് ചെയ്തിട്ടൊന്നുമില്ല. അവരാ ജോലി എന്തെങ്കിലും ചെയ്യുക, അതിൻ്റെ ഇടയ്ക്ക് സമയമുണ്ടെങ്കിൽ ഞങ്ങളത് മ്യൂസിക് ചെയ്യുക. നിങ്ങളിപ്പോഴുള്ള ബാൻഡ്സിനെങ്കിൽ ഇപ്പോഴും നിലവിൽ നിൽക്കുന്ന സകലവന്മാർ എല്ലാവരും എടുത്ത് നോക്കിയോ, എല്ലാവരും അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. അവർ ജോലി ചെയ്യും, അവർക്ക് എൻ്റെ ഇടയ്ക്കുള്ള സമയത്ത് പോയി അവന്മാർ പോയി എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ എല്ലാവരും കവറും. ഫുൾ ടൈം ചെയ്യണമെങ്കിൽ അവർ കവർ അത്രേ ഉള്ളൂ. അത് അല്ലാതെ അതിൻ്റെ അകത്ത് അവർ
മെയിൻ ഇതായിട്ട് അവർ ആരും വളരെ കുറച്ച് പേര് ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട് ചേട്ടാ, ഇവരോട് ഇത് സാധനം നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യുമ്പോൾ ഇവർ പറഞ്ഞു പറഞ്ഞാൽ ആൾക്കാർക്ക് ഇതാണ് കേൾക്കാൻ താല്പര്യം ഈ കവർ. പക്ഷെ അത് അങ്ങനെയാണെങ്കിൽ പുട്ടുപാട്ട് എങ്ങനെ ഹിറ്റ് ആവും? അതെ 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 അല്ലെങ്കിൽ പിന്നെ ജോബേട്ടന്റെ പദയാത്ര എങ്ങനെ ഹിറ്റ് ആവും? അതെ 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 ശരിയല്ലേ? അപ്പൊ ആൾക്കാരുടെ കുഴപ്പമല്ല. അല്ല ഒരിക്കലും അതെന്താ പറഞ്ഞാൽ അതിന് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒന്ന് മെയിനായിട്ടുള്ള സാധനം ആശയദാരിദ്ര്യമാണ്. രണ്ടാമത്തെ ഒരു സാധനം നമ്മൾ ഈ ടാലൻ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും നമുക്കൊരു കാര്യം, ഞാൻ ചില മ്യൂസീഷ്യൻസിനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഭയങ്കര ഹൈലി ടാലൻ്റ് ആയിട്ടുള്ള കുറേ മ്യൂസീഷ്യൻസിനെ ഞാൻ മുമ്പിട്ട് നമുക്ക് കണ്ട കുറേ മ്യൂസീഷ്യൻസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇവരുടെ അടുത്ത് ഇപ്പോൾ അവരുടെ അടുത്ത് ഇപ്പോൾ എന്തെങ്കിലും അവർ പഠിച്ച എന്തെങ്കിലും സാധനം വായിക്കാൻ പറഞ്ഞാൽ അവർ അടിപൊളിയായിട്ട് വായിക്കും. കയ്യിൽ നിന്ന് എന്തെങ്കിലും ഇട്ട് വായിക്കാൻ പറഞ്ഞാൽ അവിടെ കിടന്ന് തപ്പും. അതാണ് ഒരു പ്രശ്നം. അതായത് ഇമ്പ്രൂവൈസ് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ പറയണമെങ്കിൽ അവർ കിടന്ന് തപ്പും. അങ്ങനത്തെ ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഈ ആശയദാരിദ്ര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് പേടിയാണെന്ന് തോന്നുന്നത്. അത് പേടി കൊണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഒരു സ്വന്തമായിട്ട് സാധനം ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ എങ്ങനെ അത് എടുക്കുമോ അങ്ങനെ എന്നുള്ള ഒരു, ഇപ്പോൾ അത് എൻ്റെ ഒരു ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ ഞാനൊരിക്കലും ഒരു പാട്ടുണ്ടാക്കാനോ ഒരു സാധനം ഉണ്ടാക്കാണ്ട് ഞാൻ ഒരിക്കലും ഒരു ബൗണ്ടറി ഒന്നും ഞാൻ വെക്കാറൊന്നുമില്ല. ഇത് ഇന്ന സ്റ്റൈൽ വേണം, ഇന്ന സാധനം നമ്മളുടെ മനസ്സിൽ വരുന്ന അത് അതുപോലെ തന്നെ വയ്ക്കാം. ആക്ച്വലി ഞാൻ വിശ്വസിക്കുന്നത് പറഞ്ഞാൽ മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾ അബൌട്ട് എക്സ്പ്രസിങ് യുവർ സെൽഫ് എന്നാണ് ഞാൻ പഠിച്ചേക്കണത്. അതായത് നമ്മളെ തന്നെ നമ്മൾ പിന്നെ എന്താ പറഞ്ഞാൽ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ കാണിച്ചു കൊടുക്കുന്ന ഒരു ഉപകരണമായിട്ടാണ് ഒരു ആർട്ടിസ്റ്റ് നമ്മളെ പിന്നെ എന്തെങ്കിലും ഒരു ക്രിയേഷനാണ്, എന്തെങ്കിലും സാധനം മ്യൂസിക് ആയിക്കോട്ടെ ഒരു ആർട്ട് എന്ത് സാധനമെങ്കിലും ആയിക്കോട്ടെ ആ ഒരു സാധനം വേണം. അതിപ്പോൾ നമ്മൾക്കൊരു സബ്ജക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ പ്രേമം അല്ലെങ്കിൽ എന്തെങ്കിലും ദാരിദ്ര്യം എന്തെങ്കിലും സാധനം അതിന് നമ്മളുടെ കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാട് നമ്മൾ സംഗീതവൽക്കരിക്കുമ്പോൾ അല്ലെങ്കിൽ അതാണ് ഒരു ആർട്ടിസ്റ്റ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യാതെ നമ്മൾ വേറെ ആരോ എന്നോ ചെയ്ത ഒരു സാധനം എടുത്തിട്ട് അതിനോട് എനിക്ക് യോജിപ്പില്ല. ചെയ്യണവരുടെ അടുത്ത് ചെയ്തോ, നമുക്ക് അവരെ നമ്മൾ ചീത്ത പറയാനായിരിക്കും നമ്മളൊന്നും നിൽക്കണമെന്നില്ല. പക്ഷെ അതാണ് ഇപ്പോൾ ചിത്ത് പറഞ്ഞ പോലെ തന്നെ ഇതാണ് മെയിൻ സാധനം. എൻ്റെ ഒരു വീഡിയോ വരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഒന്ന് ആലോചിക്കുക, സീനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ സംശയമൊന്നുമില്ല. എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് എന്താ പറ്റണമെന്ന് പറഞ്ഞാൽ മറ്റേ ഒറിജിനൽ മ്യൂസിക്കിന് ഒരു ഇടിവ് വരും. അങ്ങനെ ഒരു ഇതിൽ പോവുകയാണെങ്കിൽ ഇപ്പോൾ ഈ പ്രൊമോട്ടേഴ്സ് ആണെങ്കിലും ഇവൻറ്റ് മാനേജേഴ്സ് ആണെങ്കിലും ഈ വെന്യൂസ് അവർ നോക്കണമെന്ന് അതിൽ അപ്പോൾ അവരും നമ്മളെ ഒരു ആർട്ടിസ്റ്റിനെ നിർബന്ധിക്കാൻ തുടങ്ങും. മനസ്സിലായി? അത് അല്ലെങ്കിൽ ചെറിയ ആർട്ടിസ്റ്റ് മാറി. ഇപ്പോൾ എൻ്റെ അടുത്തൊന്നും അങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ അടുത്തൊന്നല്ല, കുറച്ചും കൂടെ വലിയ ഇപ്പോൾ ഒരിക്കലും AR റഹ്മാൻ്റെ അടുത്തൊന്നും പറയൂലല്ലോ. ഇല്ല മറ്റേ ഈ പാട്ട് പാട് ആ പാട്ട് പാടുന്നൊന്നും പറയൂല. അപ്പോൾ അവിടെ അങ്ങനെ പിടിച്ച് വരുമ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ അടുത്തൊന്നും പറയൂല. ഇപ്പം നമ്മളൊക്കെ അങ്ങനെ നിൽക്കുന്ന ആൾക്കാരല്ല, അത്യാവശ്യം റോക്ക് മ്യൂസിക്കിൽ അറിയുന്ന ആൾക്കാരാണ്. ഇപ്പം എൻ്റെ അടുത്തൊരു ഇവൻറ്റ് ചെയ്യാനായിട്ട് ഒരു വെന്യൂ പറയണമെങ്കിൽ എന്നോടൊന്നും ഒരിക്കലും പറയില്ല. പക്ഷേ സാധാരണ ഈ വരുന്ന പറഞ്ഞ പിള്ളേരുടെ അടുത്തൊക്കെ പറഞ്ഞു തുടങ്ങും. അവർ പറയും നിങ്ങൾ വരുമ്പോൾ മറ്റേ 2 പാട്ട് പാടണം, ഇയാൾ ഇത് 2 പാട്ട് പാടണം എന്നൊക്കെ പറയും. അല്ല ഞാൻ പറഞ്ഞു അത് മൊത്തം ഇൻഡസ്ട്രിക്ക് ദോഷമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ സ്ഥലത്ത് എങ്ങനെ എത്തിപ്പെട്ടത് നമ്മൾ നമ്മൾ ഈ ഒറിജിനൽ ഇതാണ് നമ്മളിങ്ങനെ വന്നത്. അല്ലാതെ കവർ വായിച്ചിട്ട് വരുമ്പോൾ ഞാൻ പണ്ട് ഇവിടെയുള്ള ഈ എറണാകുളത്തുള്ള പല മ്യൂസീഷ്യൻസിൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിപ്പോഴും ഈ കവർ വായിച്ചുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഹോട്ടൽ കാലിഫോർണിയയുടെ ലീഡ് നീ വായിച്ചുകൊണ്ടിരിക്കണം, അത് നിന്നെക്കാളും നന്നായിട്ട് ഒരാൾ വരുമ്പോൾ നീ റീപ്ലേസ് ചെയ്യപ്പെടും. നീ വേണമെന്നില്ല. ഹോട്ടൽ കാലിഫോർണിയ ആർക്കും പാടാം. അല്ലാതെ അതിൻ്റെ അകത്ത് പിന്നെ നീ അതിൻ്റെ അകത്ത് ഒരു നോട്ട് പോലും മാറ്റുന്നില്ല. മ്യൂസിക്കൽ കരിയറിൻ്റെ ഒരു മറ്റെന്താ അടിയിലോട്ടാണ് അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു മറന്നു പോണത്. കാര്യം ഇവിടെ ഈ നമ്മുടെ കേരളത്തിൽ തന്നെ പോട്ടെ എറണാകുളത്ത് തന്നെ എത്രയോ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുമാരും ഭയങ്കര ടാലൻ്റ് ആയിട്ടുള്ള കുറേ മ്യൂസീഷ്യൻസൊക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെ എവിടെ പോയി? ഈ വെസ്റ്റേൺ മ്യൂസിക്കിൽ തന്നെയുള്ള ഇവരൊക്കെ എവിടെ പോയി? എന്നിട്ട് ഇവർ പറയുമ്പോൾ പറയും ഇവിടെ ഭയങ്കര ഒരു കൾച്ചർ ഉണ്ടായിരുന്നു, ഇവിടെ ഷോസൊക്കെ ഉണ്ടായിരുന്നു. അതൊരു സുപ്രഭാതത്തിലും ഇനി പോയത് ഇതുകൊണ്ടാണ്. 13AD പോലത്തെ ഒരു ബാൻഡ് അല്പമെങ്കിലും അറിയപ്പെട്ടിരുന്നത് അവരുടെ 2 ആൽബം ആ ഒരു ഇതുകൊണ്ട് മാത്രമാണ് അവർ അറിയപ്പെട്ടിരുന്നത്. അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. തന്നെ തൈക്കുടത്തിൻ്റെ വന്ന ഒരു അവസ്ഥ അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അവരിപ്പോൾ ആൽബം ചെയ്ത് കഴിഞ്ഞാലും അവർ ചെല്ലുമ്പോഴും മറ്റേ മന്ദാര ചെപ്പുണ്ടോ പാടാൻ പറയും അവരുടെ അടുത്ത്. അല്ല അത് തെറ്റൊന്നുമില്ല. അതെ സത്യം. അല്ലെ ഞാൻ പറഞ്ഞു അത് അവരുടെ ചോയ്സാണ്. അവർ മന്ദാര ചെപ്പ എന്ത് വേണമെങ്കിലും ഒരു പാടിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ വീഡിയോ മറ്റേ ഗൺസ് റോസസിന്റെ ആ സാധനം ചേട്ടൻ അതാണ് ഏറ്റവും വ്യൂസ് കിട്ടിയ വീഡിയോ. അതെ 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 അതെ. ആ ഒരു ചേട്ടൻ എങ്ങനെ പെട്ടെന്ന് അത് ശരിക്കും പറഞ്ഞാൽ അത് പിന്നെ ക്ലാസിക് റോക്ക് മാഗസിൻ എന്ന് പറഞ്ഞിട്ട് ഒരു മാഗസിൻ ഉണ്ടായിരുന്നു. അവരെടുത്ത് ഷെയർ ചെയ്ത്, അവരെങ്ങനെ കിട്ടിയെന്ന് അവർക്ക് എനിക്കറിയില്ല, അവരെടുത്ത് ഷെയർ ചെയ്താണ് അതിൻ്റെ തലവിധി മാറ്റിപ്പോയത് ആ വീഡിയോ. അത് പുറത്തൊരുപാട് പേര് കണ്ടിട്ടുണ്ട്, കുറേ പേര് കണ്ടിട്ടുണ്ട്. പിന്നെ ഈ സ്ലാഷിൻ്റെ ഒരു മാനേജിങ് ഗ്രൂപ്പിലുള്ള ഒരാളുണ്ടായിരുന്നു, പുള്ളി ഗൺസ് ആൻഡ് റോസസിൻ്റെ.
അയാൾ എന്നെ വിളിച്ചിട്ടുണ്ട്, അയാൾ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഞാനപ്പോൾ പുള്ളിയുടെ അടുത്ത്, പക്ഷെ ഒന്നും നടന്നില്ല. പുള്ളി പറയാം ഞാൻ അവരുടെ ശ്രദ്ധയിൽ ഈ വീഡിയോ പെടുത്താം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിയിലെ പറയാം. ഞാൻ പറയും ഓ ശരി സന്തോഷം അങ്ങനെ. പക്ഷെ ഒന്നും സംഭവിച്ചൊന്നുമില്ല. പിന്നെന്ന് പറഞ്ഞില്ല. ഓക്കെ. ആക്ച്വലി അത് ഞാൻ ബ്ലേഡ് എന്ന് പറഞ്ഞ ഒരു കമ്പനി, അതൊരു 4 വർഷങ്ങൾക്ക് മുമ്പ് ഇൻവെസ്റ്റ് ചെയ്തതാണ്. ബ്ലേഡ് ഞാൻ ആദ്യം ഉപയോഗിക്കുന്നത്, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ഹാർഡ് കോർ ഐബനീസ് ഫാൻ ആയിരുന്നു. ഐബനീസ് ഗിറ്റാറാണ് ഞാൻ മറ്റേ ഇതിനകത്തൊക്കെ ഉപയോഗിച്ചത്, നമ്മുടെ കാലഘട്ടത്തിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഈ പറഞ്ഞ നമ്മളുടെ നമ്മുടെ ഫസ്റ്റ് ഡോസ് എന്ന് പറഞ്ഞൊരു കമ്പനി, അവര് എനിക്ക് അതിൻ്റെ അകത്ത് നമ്മളെ ഓരോ സുഹൃത്തുക്കളുണ്ട്. അപ്പൊ അതിലൊരു മച്ചാനാണ് എനിക്ക് ഈ ഗിറ്റാർ പുള്ളിക്ക് അയച്ചാണ്. പുള്ളി എനിക്ക് വൈജു ഇങ്ങനത്തെ ഒരു ഗിറ്റാർ പുതിയ കമ്പനിയാണ്, ഒന്ന് നോക്കുക, അത് വൈദ്യുതി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് സംസാരിക്കാം. പുള്ളി ആദ്യം അയച്ചു തരണേ ഇത്. അതായത് ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ പ്ലേയബിലിറ്റിയും ഈ സാധനമൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചെറിയ സാമ്യമുള്ളൂ, ചെറിയ സാമ്യങ്ങളുള്ളൂ. പിന്നെ അതിന്റെ ഇലക്ട്രോണിക്സ് ഒക്കെ നല്ലതാണ്. കാര്യം അതിൻ്റെ അകത്ത് മറ്റേ ആക്റ്റീവ് സർക്യൂട്ട് ഒക്കെയാണ് അതിൻ്റെ അകത്ത്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, ഭയങ്കര ഓപ്ഷൻസ് ഒക്കെ ഉള്ള ഗിറ്റാറാണ്. അതാണ് എനിക്ക്. പിന്നെ ഹൈ ഗെയിനാണ്. കാര്യം ഞാൻ ഈ കർണാട്ടിക് സാധനങ്ങൾ വായിക്കുന്ന കാരണം എനിക്ക് കൂടുതൽ സസ്റ്റെയിൻ വേണം. മറ്റേ ഇപ്പൊ നോട്ടിന്റെ സസ്റ്റെയിൻ കൂടുതൽ വേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ ഗിറ്റാർ എനിക്ക് കുറച്ചും കൂടെ നല്ലതായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ ആ ഗിറ്റാർ എടുത്തത്. ഒരു 4-5 വർഷം ഞാനിപ്പോൾ അത് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. ചേട്ടന്റെ കൺസെപ്റ്റില് ഒരു ഐഡിയൽ ഗിറ്റാറിസ്റ്റ് എങ്ങനെ ആയിരിക്കണം? ഇത് ഒത്തിരി കാര്യങ്ങൾ പറയും. ചിലർ പറയും ഒരാളുടെ ഫിംഗറിലാണ് അയാളുടെ ടോൺ കിടക്കുന്നത്, എഫക്റ്റിലല്ല, ആംബിലല്ല എന്നൊക്കെ. അങ്ങനെ അതാണ് അതിന്റെ സത്യം. അതാണ് അതിന്റെ സത്യം. അതായത് ഒരു പിന്നെ നമ്മളുടെ ഇപ്പൊ ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ഈ ഹോട്ടൽ കാലിഫോർണിയ എന്ന് പറഞ്ഞൊരു പാട്ട്, അതിന്റെ ഒരു ലീഡ്, ഇപ്പൊ അത് ഞാൻ പെട്ടെന്ന് ക്ലിക്ക് ആവാൻ വേണ്ടി ഞാൻ പറഞ്ഞു തന്നുള്ളൂ. ഈ ആ ഒരു ലീഡ് നീ ഒരു 10 ലീഡ് ഗിറ്റാർസിനെ കൊണ്ട് വായിപ്പിച്ചിരിക്കും. 10 ടൈപ്പ് ആയിരിക്കുള്ളൂ. 10 ടൈപ്പ് ആയിരിക്കുള്ളൂ അതിന്റെ ബെൻഡ് ചെയ്യണതും. നമ്മൾ ഒരിക്കലും ഒരേ മെലഡിയാണ്. അത് അവന്റെ കൈയാണത്. അവന്റെ ആ ഈ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് ആണ്. അവനത് ആ ഇൻസ്ട്രുമെന്റിലെ ആ ഓരോ ബെൻഡും ആ ഓരോ പ്രഷർ പോയിന്റും ഇതെല്ലാം വ്യത്യാസമായിരിക്കും. അതാണ് നമ്മളുടെ അതൊരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മളുടെ പ്രോസസ്സർ കൊണ്ടോ എഫക്റ്റ് കൊണ്ടോ ഒന്നും നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിന്റെ കൈയാണ് അതിന്റെ മെയിൻ കാരണം. ഈ കൈയുടെ ഓരോ സാധനങ്ങളും കൊണ്ടാണ് നമ്മൾ ആ ഡൈനാമിക്സും ഓരോ സാധനങ്ങളും നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മളുടെ തലച്ചോറ് കൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിൻ്റെ അകത്ത് നീ എന്ന ഒരു മനുഷ്യനാണ് ആ ഇൻസ്ട്രുമെന്റിന്റെ പുറകിൽ ഇരുന്നുകൊണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നിന്നെ ഒരു പിന്നെ ഡിസ്റ്റോർഷൻ പെടലും ഒരു എഫക്ട് പ്രോസസ്സറും ഒരു സാധനം നിന്നെ ഹെൽപ്പ് ചെയ്യില്ല. എല്ലാം നീയാണ്. ഇത്ര ഉള്ള അതിൻ്റെ അകത്ത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ചേട്ടന്റെ ആഗ്രഹമൊക്കെ പോലെ സ്റ്റീവായുടെ കൂടെ കൊളാബറേറ്റ് ചെയ്യാനും സ്റ്റേഡിയത്തിൽ പ്ലേ ചെയ്യാനും ഒക്കെ പറ്റട്ടെ. നമുക്ക് വീണ്ടും കാണാം.